ഇപ്പോൾ തെരുവുനായ ശല്യം അത് യാഥാർത്ഥ്യമാണ് കേരളത്തിൽ നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമല്ല രാജ്യത്താകമാനം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തെരുവുനായകളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നായപ്രേമികളുടെ അപ്പീൽ ഇപ്പോൾ സുപ്രീം കോടതി തള്ളുകയാണ്. എന്തുകൊണ്ട് തള്ളുകയാണ് എന്ന് കാര്യകാരണ സഹിതം പറഞ്ഞാണ് സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം. നമുക്കിപ്പം ഇപ്പോൾ ഒരു അമ്മ ചേരുന്നുണ്ട്, ഹബീറ. ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടാകും അവരുടെ ഈ നിമിഷം എന്ത് ചോദിക്കണമെന്ന് പോലും അറിയില്ല. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയാണ്. തെരുവുനായയുടെ ആക്രമണത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയാണ് ഹബീറ. അപ്പം ഇങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആലോചനയെങ്കിലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. എന്ത് ചോദിക്കണമെന്ന് അറിയില്ല അമ്മയോട്. ഇത് കേൾക്കുമ്പോൾ ഇനിയെങ്കിലും ആവർത്തിക്കില്ല എന്നുള്ളൊരു ആശ്വാസമെങ്കിലും ഉണ്ടോ? ഇതിനു മുന്നേ വന്ന സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴും ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, വിധി സുപ്രീം കോടതി പറയുന്നു എന്നല്ലാതെ നമ്മുടെ സർക്കാർ അത് നടപ്പിലാക്കി എടുത്തെങ്കിലല്ലേ അതിനൊരു ഫിനിഷിങ് വരുള്ളൂ. ഇപ്പം സുപ്രീം കോടതി ഇതിൽ ഇടപെട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും ഒരു അമ്മമാർക്കും വരരുത്. കാരണം ആ ഒരു മരണം അത് നമ്മൾ ചിന്തിക്കാൻ കൊള്ളാത്തൊരു മരണമാണത്. ആർക്കും വരാൻ പറ്റാത്തൊരു മരണമാണ്. അപ്പം സുപ്രീം കോടതിയുടെ ഈ വിധി നമ്മുടെ ഗവൺമെന്റ് അത് അംഗീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ തെരുവുനായ്ക്കൾക്ക് വേണ്ടി ഇറങ്ങുന്ന അവരോടും എനിക്ക് പറയാനുള്ളത് വേറൊന്നും അല്ല, അവർക്കും ഒരു സംരക്ഷണമാവും, ഈ ജനങ്ങൾക്കും മനുഷ്യർക്കും ഒരു സംരക്ഷണമാവും അങ്ങനെ അവരെ മാറ്റി പാർപ്പിക്കുന്നതിലൂടെ. പക്ഷെ അത് അവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. ഇപ്പം മെനഞ്ഞാന്ന് ഞങ്ങളുടെ ഈ ഭാഗത്ത് തന്നെ വീണ്ടും ഒരു ലോഡ് പട്ടികളെ കൊണ്ടുവന്ന് ഇറക്കി. അതിങ്ങനെ നാനാ വഴിക്കായിട്ട് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലും ഉണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു കൂട്ടം പട്ടികളാണ് ഇവിടെ ഫുള്ളും. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ പോസ്റ്റിൽ വെട്ടമില്ല, ഇവിടെ ഒരു ലൈൻ ഫുള്ളിൽ വെട്ടമില്ല. അപ്പൊ ഈ പട്ടി വരുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. എത്രയും ചെല്ലേ നമ്മൾ മക്കളെ പെരയ്ക്കകത്തിരുത്താൻ പറ്റുക? എനിക്കറിയാം ഹബീറ, അത്രയും ആ ദിവസങ്ങളിൽ അനുഭവിച്ച വേദന എത്രത്തോളമാകും. പ്രിയപ്പെട്ടവർക്കൊന്നും അന്ന് യാത്ര പോലും പറയാൻ കഴിയാതെ അവസാനമായൊരു അന്ത്യചുംബനം പോലും നൽകാൻ കഴിഞ്ഞിരുന്നില്ല കുഞ്ഞുമോൾക്ക്. അപ്പം ആ വേദന ഇന്നും ഉണ്ടാകും. പിന്നെ ഒരു വർഷമായി അവൾ പോയിട്ട് അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമുക്ക്. ഇനിയെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാവണമെന്ന്, കർശനമായിട്ടൊരു നടപടി വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനൊരു അമ്മ മാത്രം ഇതിനകത്ത് ഇറങ്ങിക്കൊണ്ട് കാര്യമില്ല. എല്ലാരും ഈ വിധി വരുന്നതിലൂടെ എല്ലാ അമ്മമാരും ഇതിനു വേണ്ടിയിട്ട് പോരാടണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ. മനസ്സിലായി. എൻ്റെ ഏതെങ്കിലും വാക്കുകൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ശബ്ദം ഇടറുന്നത് കേട്ടു. ചോദ്യങ്ങൾ എനിക്കറിയാം, ആ പഴയ ഓർമ്മകളിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് മറന്നു എന്നല്ല കേട്ടോ. 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കടിച്ചില്ലേ? അപ്പൊ അവളാ മുഖത്തേറ്റ ആ കടി അത് എത്രത്തോളം വേദന ആയിരിക്കും. കാരണം എന്റെ കുഞ്ഞിന്റെ കയ്യിൽ തന്നെ അത് കടിച്ച് അവൾ മരണത്തിലേക്ക് അതൊക്കെ ഓരോ നിമിഷവും എനിക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ആ മുഖത്തിന് ഏറ്റ ആ കടി അത് എത്രത്തോളം ആ പൊടിക്കുഞ്ഞിന് സഹിക്കാൻ പറ്റാത്തതാണെന്നും, അത് മാത്രമല്ല അവർക്ക് അതിലുണ്ടാവുന്ന ഒരു പേടിയുണ്ട്. അത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അത്രത്തോളം ഭയാനകമായിട്ടൊരു പേടിയായിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക് അന്നേരം ഉണ്ടാവുന്നത്. ഹബീറ പറയുന്നത് പോലെ ഇത് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത് നടപ്പിലാക്കാനുള്ള ആർജവം സർക്കാരുകൾ കാണിക്കണം, നമ്മുടെ ജനപ്രതിനിധികൾ കാണിക്കണം എന്നുള്ളതാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ട, ആ പൊന്നുമോളെ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് പറയാനുള്ളത്.